ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പുതിയ പ്രഭാതത്തിലും ദൈവശബ്ദം കേൾക്കുവാൻ നമ്മളെ ഇടയാക്കുന്നതിനായിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം 1 രാജാക്കന്മാർ 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 1:4. പെനിന്നായ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. എൽക്കാനായുടെ 2 ഭാര്യമാരിൽ ഒരാളായിരുന്നു പെനീന. ആ കാലഘട്ടത്തിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. പെനീന എന്ന പേരിന് മുത്ത് അഥവാ പവിഴം എന്ന അർത്ഥങ്ങളാണ് ഉള്ളത്. പേരിനെ പ്രകീർത്തിക്കുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു പെനീനായുടെ ജീവിതം. കാരണം ഒരു കുടുംബം കെട്ടുപണി ചെയ്യുന്നതിൽ സ്ത്രീകൾക്ക് പ്രധാനമായ പങ്കുണ്ട്. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീടു പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു എന്ന്. ഇവിടെ ഭോഷത്വ സമാനമായ സ്വഭാവത്തിന് ഉടമയായിരുന്നു പെനിന്ന. ഈ പ്രഭാതത്തിൽ പെനിന്നായുടെ സ്വഭാവ രീതികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി, തെറ്റായ ചിന്തകളോടെ ജീവിതം നയിച്ചിരുന്നവൾ. ഭർത്താവായ എൽക്കാന ഹന്നയെ അധികം സ്നേഹിച്ചിരുന്നു എന്ന് തിരുവചനം പറയുന്നു. മാത്രമല്ല, ഹന്നയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. യാഗം കഴിക്കുവാൻ പോകുന്ന എൽക്കാന ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി നൽകിയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുവാനോ അവയോട് ചേർന്നു പോകുവാനോ പെനീനായ്ക്ക് സാധിച്ചിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ശത്രുതയോടെ വീക്ഷിക്കുകയും കുടുംബ അംഗങ്ങളെ മുഷിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക പതിവായിരുന്നു. മറ്റുള്ളവരുടെ വേദനകളിലും ന്യൂനതകളിലും സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു പെനീന. ആ ഭവനത്തിൽ അസമാധാനം സൃഷ്ടിക്കുന്ന വ്യക്തിയായിത്തീരുന്നു പെനീന. എന്നാൽ സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് എന്ന്. തെറ്റായ ചിന്തകളോടെ ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീയെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട്, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കാതെ ജീവിതം നയിച്ചവൾ. പെനീനായ്ക്ക് ദൈവം നൽകിയിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവളുടെ മക്കൾ തന്നെ ആയിരുന്നു. പെനീനായ്ക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നതായി 1 ശമൂവേൽ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, 127-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന്. അങ്ങനെയെങ്കിൽ ഈ വലിയ അനുഗ്രഹത്തിന് ഓഹരിക്കാരി ആയിരുന്ന പെനീന ലഭിച്ച നന്മയ്ക്ക് ദൈവത്തോട് നന്ദി പറയുന്നതിനേക്കാൾ ഉപരിയായി ഹന്നയെ അധിക്ഷേപിക്കുകയും അവളുടെ ദുഃഖത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഹന്ന കരഞ്ഞ് പട്ടിണി കിടക്കത്തക്കവണ്ണം അവളെ വേദനിപ്പിക്കുന്ന സ്ത്രീയായിത്തീരുന്നു പെനീന. മറ്റൊരുവൻ്റെ വേദനയിൽ സന്തോഷിക്കുകയല്ല, മറിച്ച് ആ വേദനയുടെ ആഴം കുറയ്ക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. പെനീനായുടെ സ്വഭാവ രീതികൾ പിന്തുടരുവാനല്ല, മറിച്ച് ഓരോ ഭവനങ്ങളിലും ഓരോ മുത്തുകളായി ശോഭിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തെറ്റായ ചിന്തകളെ ഞങ്ങളിൽ നിന്ന് അകറ്റി നന്മയും സഹാനുഭൂതിയും ദൈവപ്രസാദവുമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.